ഇപ്പോൾ ആഫ്രിക്കയിലെ രൂക്ഷമായ യുദ്ധം ഒരു രാജ്യത്തെ കീറിമുറിക്കുന്നു. സുഡാനിൽ ആയിരങ്ങൾ നിരപരാധികളായ പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ ഭീതിയിൽ കുടുങ്ങിയിരിക്കുന്നു. നഗരങ്ങൾ തകർന്നിരിക്കുന്നു, കുടുംബങ്ങൾ ഒഴിഞ്ഞുപോയിരിക്കുന്നു. പക്ഷെ ലോകം മൗനത്തിലാണ്. രണ്ട് ജനറൽമാരുടെ അധികാര പോരാട്ടമായി തുടങ്ങിയതാണിത്. ഇപ്പോൾ അത് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ദുരന്തമായി മാറിയിരിക്കുന്നു. ഒരിക്കൽ നൂറ്റാണ്ടുകളുടെ ഏകാധിപത്യത്തിന് ശേഷം പ്രതീക്ഷ നിറഞ്ഞിരുന്ന രാജ്യം സുഡാൻ ഇന്ന് രണ്ട് ശക്തമായ സേനകളുടെ യുദ്ധഭൂമിയാവുകയാണ്. സുഡനീസ് ആംഡ് ഫോഴ്സസ് SAF, കൂടാതെ പഴയ ട്രൈബൽ മിലീഷ്യകളിൽ നിന്നുയർന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് RSF. 150,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 1.2 കോടി പേർ വീടൊഴിഞ്ഞു. യുണൈറ്റഡ് നേഷൻസ് ഇതിനെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രതിസന്ധി എന്ന് വിളിക്കുന്നു. ഈ കൂട്ടക്കൊലയ്ക്ക് ഏറെ മുമ്പാണ് ഈ കഥ തുടങ്ങുന്നത്. വർഷങ്ങളോളം ഒമർ അൽ ബഷീർ എന്ന ഏകാധിപത്യ സുഡാനെ ഭരിച്ചു. അയാൾ ജഞ്ചാവിദ് എന്ന പേരിലുള്ള ക്രൂര മിലീഷ്യകളെ ഉപയോഗിച്ച് ദാർഫൂർ പോലുള്ള പ്രദേശങ്ങളിൽ വിപ്ലവങ്ങളെ അടിച്ചമർത്തി. അവരുടെ കൈകളിൽ ഗ്രാമങ്ങൾ കത്തിക്കരിഞ്ഞു. അനേകം നിരപരാധികൾ കൊല്ലപ്പെട്ടു. അന്യജാതിക്കാരെ ഇല്ലാതാക്കി. ലോകം തിരിഞ്ഞു നിന്നപ്പോൾ ബഷീർ ജഞ്ചാവിദിനെ 2013 ഔദ്യോഗിക പാരാമിലിറ്ററി സേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് RSF ആക്കി. അതിന്റെ തലവനായി മുഹമ്മദ് ഹംദാൻ ഡഗലോ ഓർ ഹെമിറ്റിയെ നിയമിച്ചു. പക്ഷെ അധികാരം നീണ്ടുനിന്നില്ല. 2019 വൻ ജനപ്രക്ഷോഭങ്ങളുടെ പിന്നാലെ ബഷീറിനെ തന്നെ അദ്ദേഹത്തിന്റെ സൈന്യം ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ നയിച്ച SAF പുറത്താക്കി. ജനങ്ങൾക്ക് ഒരു നിമിഷം ജനാധിപത്യ പ്രതീക്ഷ തോന്നി. എന്നാൽ ഉടൻ സുഡാൻ 2 ആളുകളായി വിഭജിക്കപ്പെട്ടു. ബുർഹാനും ഹെമറ്റിയും രണ്ടുപേരും സ്വന്തം സൈന്യവും പണവും അധികാര സ്വപ്നവും കൈവശം വെച്ചു. 2023 ആ സഖ്യം തകർന്നു. RSFനെ സാധാരണ സൈന്യത്തിൽ ലയിപ്പിക്കണമെന്ന ചർച്ച പൂർണ്ണ യുദ്ധമായി പൊട്ടിത്തെറിച്ചു. ഇന്ന് യുദ്ധം സുഡാനെ മുഴുവൻ വിഴുങ്ങുകയാണ്. ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ വടക്കൻ ദർഫൂറിലെ എൽഫാഷർ എന്ന നഗരത്തിലേക്കാണ്. ഒരിക്കൽ 2,60,000 പേരെ അഭയാർത്ഥികളായി സ്വീകരിച്ചിരുന്ന മനുഷ്യാവകാശ കേന്ദ്രമായിരുന്ന ഈ നഗരം ഇപ്പോൾ RSFന്റെ വളയത്തിലാണ്. അതിനുശേഷമുണ്ടായത് ഒരു കൂട്ടക്കൊല മാത്രമാണ്. ലോകാരോഗ്യ സംഘടനയും യേൽ ഹ്യൂമനിറ്റേറിയൻ റിസർച്ച് ലാബും സ്ഥിരീകരിച്ച സാക്ഷ്യങ്ങൾ പ്രകാരം RSF സേനാംഗങ്ങൾ വീടുകളിൽ തോറും പോയി അവർ കണ്ട എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു. ഒരു ആശുപത്രിയിലൊന്നിൽ മാത്രം 460 പേർ കൊല്ലപ്പെട്ടു. രോഗികൾ, ഡോക്ടർമാർ, കുട്ടികൾ ഉൾപ്പെടെ. സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ചുവന്ന മണ്ണിന്റെ പാടുകൾ, ബഹിരാകാശത്ത് നിന്ന് കാണാവുന്ന രക്തത്തിന്റെ അടയാളങ്ങൾ കാണിക്കുന്നു. വാഹനങ്ങൾ കത്തിക്കരിഞ്ഞു. മുഴുവൻ പ്രദേശങ്ങൾ മൗനമായി. വിദഗ്ധർ എൽഫാഷറിനെ ഒരു കിൽ ബോക്സ് എന്ന് വിളിക്കുന്നു. നഗരം 9 അടി ഉയരമുള്ള മണ്ണുമതിലാൽ വളഞ്ഞിരിക്കുന്നു. ആരും പുറത്തേക്ക് പോകാൻ കഴിയില്ല. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു. മനുഷ്യ സഹായം തടഞ്ഞിരിക്കുന്നു. ഭക്ഷണവും മെഡിസിനും ജനങ്ങൾ എത്തിക്കുന്നില്ല. യുണൈറ്റഡ് നേഷൻ മനുഷ്യാവകാശ ഓഫീസിന് മുന്നറിയിപ്പ് നൽകി. വാട്ട്സാപ്പിന് മേ ബി എത്നിക് ക്ലെൻസിംഗ് ഓർ പോസിബിളി ഈവൻ ജനസൈഡ്. അവർ ലോകത്തോട് ഇടപെടണമെന്ന് അപേക്ഷിച്ചെങ്കിലും ലോകം മൗനത്തിലാണ്. ഈ യുദ്ധം ഇത്രയും ക്രൂരമാകാൻ പിന്നിലെ കാരണം അധികാരവും ലാഭവുമാണ്. 2 ജനറലുകളും സുഡാനിൽ മാത്രമല്ല അതിന്റെ സ്വർണ്ണഹാനികൾ, എണ്ണവഴികൾ, അന്തർദേശീയ ബന്ധങ്ങൾ എന്നിവയെ നിയന്ത്രിക്കാൻ യുദ്ധം ചെയ്യുകയാണ്. RSFനെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പിന്തുണയ്ക്കുന്നു. സുഡനീസ് സ്വർണം വാങ്ങി അവരുടെ പ്രവർത്തനങ്ങൾക്ക് ധനം നൽകുന്നതായി ആരോപണവുമുണ്ട്. മറ്റേ വശം SAFന് ഈജിപ്റ്റ്, തുർക്കി, ഇറാൻ, സൗദി അറേബ്യ എന്നിവയുടെ പിന്തുണയുമുണ്ട്. ഇതിനി സുഡാന്റെ ആഭ്യന്തര യുദ്ധമല്ല. വിദേശ ശക്തികൾ തീ കൊളുത്തുന്ന ഒരു പ്രോക്സി യുദ്ധമാണ്. ഈ ശക്തി പ്രതിസന്ധിയിൽ സാധാരണ ജനങ്ങളാണ് വില കൊടുക്കുന്നത്. മില്യൺ കണക്കിന് ആളുകൾക്ക് ഭക്ഷണം, വെള്ളം, അഭയം ഒന്നുമില്ല. ചാഡ്, സൗത്ത് സുഡാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിറഞ്ഞിരിക്കുന്നു. അനേക സ്ത്രീകളും പെൺകുട്ടികളും പിടിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. മുഴുവൻ കുടുംബങ്ങൾ കാണാതായി. യുണൈറ്റഡ് നേഷൻസ് ഇതിനെ ഹ്യൂമനിറ്റേറിയൻ കാറ്റസ്ട്രോഫി എന്ന് വിളിക്കുന്നു. പക്ഷെ അതിലും ഭീകരമാണ് യാഥാർത്ഥ്യം. മാധ്യമങ്ങളുടെ സാന്നിധ്യം വളരെ കുറവാണ്. അതിന്റെ പ്രാധാന്യവും കുറവായതുകൊണ്ടല്ല. പത്രപ്രവർത്തകർ വിലക്കപ്പെട്ടിരിക്കുന്നു. ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. RSF തന്നെ പലപ്പോഴും അവരുടെ അതിക്രമങ്ങൾ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുന്നു. അതേസമയം ജീവനോടെ രക്ഷപ്പെട്ടവർ അഭയാർത്ഥി ക്യാമ്പുകളിൽ അവരുടെ കഥകൾ പറയുന്നു. വിശപ്പിന്റെയും വെടിയുടെയും അനന്തമായ ഭീതിയുടെയും കഥകൾ. സുഡാനിലെ ഈ യുദ്ധം അധികാരത്തിനായുള്ള പോരാട്ടമല്ല, അത് മനുഷ്യാവകാശത്തിനായുള്ള പോരാട്ടമാണ്. ലോകം കണ്ണടയ്ക്കുന്ന ഓരോ ദിവസവും കൂടുതൽ ജീവനുകൾ നഷ്ടമാവുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.